പത്തനംതിട്ട കോന്നിയിലെ യുവതിയെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്തൃ മാതാവിനെതിരെയും കേസെടുക്കണമെന്ന യുവതിയുടെ കുടുംബം. ഭർത്തൃമാതാവിന്റെ പിന്തുണയോടുകൂടിയാണ് ഉപദ്രവമുണ്ടായത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കോന്നി വട്ടക്കാവ് സ്വദേശിനി ആര്യ തൂങ്ങി മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേർന്നുണ്ട്. മിഥുൻ, പ്രതി ഇന്നലെയാണ് പിടിയിലായത്. എന്നാൽ പ്രതിയെ കൂടാതെ ഈയൊരു ക്രൂരകൃത്യത്തിന് കൂട്ടുനിന്നവരെ കൂടി പിടികൂടണമെന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, ആര്യയുടെ വീട്ടുകാർ പറയുന്നത് ഈ സംഭവത്തിന് പിന്നില് ഭർത്തൃമാതാവിനും പങ്കുണ്ട്. ഭർത്തൃമാതാവിന്റെ അറിവോടുകൂടിയാണ് പീഡനം നടന്നത്. നിരന്തരമായ പീഡനവും മർദ്ദനവും മൂലമാണ് ആര്യ ആത്മഹത്യ ചെയ്തതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആര്യയുടെ കുടുംബം പോലീസിന് പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കോന്നി വട്ടക്കാവ് സ്വദേശിയുമായ ആര്യയുടെ ഭർത്താവ് ആശിഷിനെ അറസ്റ്റ് ചെയ്തിരുന്നത്. ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ആശിഷിനെ കോന്നി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ തന്നെ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ നാളുകളായിട്ട് ഇവരുടെ പ്രണയവിവാഹമായിരുന്നു. 3 വർഷം മുൻപാണ് വിവാഹം കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ ആര്യയ്ക്ക് ആശിഷിൽ നിന്ന് നിരന്തരം പീഡനം ഏൽക്കേണ്ടി വന്നതായി ആര്യയുടെ മാതാപിതാക്കൾ പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ആശിഷ് പുതിയ കാർ എടുക്കാൻ വേണ്ടി ആര്യയുടെ വീടിന്റെ കരമടച്ച രസീത് ആവശ്യപ്പെട്ട് നിരന്തരം ആര്യയെ സമ്മർദ്ദത്തിലാക്കിയിരുന്നുവെന്ന് ആര്യയുടെ മാതാപിതാക്കൾ പറയുന്നു. ആര്യ ഇതിന് തയ്യാറായില്ല. അതിനുശേഷം ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുകയും അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ആര്യയുടെ ആത്മഹത്യ ഉണ്ടായതെന്നും ആര്യയുടെ മാതാപിതാക്കൾ പറയുന്നു. ആശിഷ് 4 സ്ഥാപനങ്ങളിൽ നിന്ന് ആര്യയെ കൊണ്ട് വായ്പ എടുപ്പിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. നിരന്തരം കുടുംബത്തിൽ കലഹവും മദ്യപാനത്തിനും മറ്റും അടിമപ്പെട്ടിരുന്ന ആശിഷ് ആര്യയെ മർദ്ദിക്കുന്നത് പതിവായിരുന്നു. പലപ്പോഴും വീട്ടിൽ വന്ന് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്തതിന് തൊട്ട് മുൻപ് തന്നെ ആര്യയുടെ അമ്മയെ ഫോണിൽ വിളിച്ച് അരമണിക്കൂറോളം സംസാരിക്കുകയും ചെയ്തിരുന്നതായി ആര്യയുടെ അമ്മ പറയുന്നുണ്ട്. പലപ്പോഴും തന്നോട് മകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആശിഷിൽ നിന്ന് ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വരുന്നു എന്നുള്ള കാര്യം സൂചിപ്പിക്കാറുണ്ട് എന്നും പറയുന്നു. ഇപ്പോൾ ആര്യയുടെ മാതാപിതാക്കൾ ഏറ്റവും പുതിയതായി പറയുന്നത് ആര്യയുടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആശിഷിന് എതിരെ മാത്രമല്ല ആശിഷിന്റെ വീട്ടുകാർക്കുള്ള പങ്കും അന്വേഷിക്കണം. ആശിഷിന്റെ അമ്മയ്ക്ക് എതിരെ ഉൾപ്പെടെ കേസെടുത്ത് അന്വേഷണം നടത്തണം. വീട്ടുകാരുടെ പങ്ക് അന്വേഷിക്കേണ്ടതുണ്ട്. അവർക്കും കൃത്യമായി പങ്കുണ്ടെന്നുള്ള ഒരു കാര്യമാണ് ആശിഷിന്റെ മാതാപിതാക്കൾ ഇപ്പോൾ പറയുന്നത്. വ്യക്തമാണ്. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.